നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ അവിടെ അവന് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ശരിയാക്കി വെച്ചിരുന്നതാ. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവന് സെലക്ഷൻ കിട്ടുമെന്ന്. എന്നേക്കാൾ മികച്ചൊരു പോലീസ് ഓഫീസറെ ഞാൻ അവനിൽ കണ്ടു. എന്നേക്കാൾ മികച്ചൊരു മനുഷ്യനെ ഞാൻ അവനിൽ കണ്ടു. കാണാതായത് ആദ്യത്തിനെ അല്ലച്ചോ, എന്റെ സ്വപ്നങ്ങളെയാ, എന്റെ വിശ്വാസങ്ങളെയാ, എന്നെ തന്നെയാ. കൈവിട്ടുപോയ എന്നെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാ ഈ സാഹസമൊക്കെ. ഞാൻ വേണമെങ്കിൽ അച്ഛന്റെ കാല് പിടിക്കാം. അവനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ അച്ഛൻ അതെന്നോട് തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അച്ഛന് നാളെ ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരില്ല. പകരം സന്തോഷിക്കേണ്ടി വരും. ഒന്നല്ല, ഒരുപാട് ജീവിതങ്ങൾ രക്ഷിച്ചതിന്റെ പേരിൽ. പോട്ടേച്ചോ. ഇപ്പൊ എന്താ ശ്രീനിവാസന്റെ വക ഇങ്ങനൊരു ക്ലോസ് വിസ്താരം? അറിയില്ല. പക്ഷേ എന്നെ എങ്ങനെയെങ്കിലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറ്റണമെന്ന് അങ്കിളിന് എന്തോ ഒരു അജണ്ട ഉള്ള പോലെ തോന്നുന്നു. സ്വാഭാവികം, അത് ഞാൻ പ്രതീക്ഷിച്ചതാ. അല്ല, എന്നിട്ട് നീ എന്തു പറഞ്ഞു? എന്റെ അച്ഛൻ പറഞ്ഞ ഞാൻ ഏത് പെണ്ണിനും കെട്ടോന്ന്. ഗുഡ്. അല്ല, കടപ്പുറത്തെ പയ്യന്റെ കാര്യം പറഞ്ഞപ്പോ ശ്രീനി ഇത് വിശ്വസിച്ചോ? വിശ്വസിക്കാതിരിക്കാൻ എന്താ? തെളിവുകൾ ഉൾപ്പെടെയല്ല ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ അങ്കിൾ പോയി അന്വേഷിക്കട്ടെ. ഏതായാലും നീ ആ ബോംബ് പൊട്ടിച്ചത് കൃത്യസമയത്ത്. ശ്രീനിയുടെ മനസ്സെനിക്കറിയാം. കാറ്റും വെളിച്ചവും കടക്കാത്ത കാളീപുരിയിലെ അഗ്രഹാരത്തിൽ പാരമ്പര്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് കാലത്തിന്റെ മാറ്റം ഉൾക്കൊള്ളാൻ ഒരിക്കലും അയാളെ കൊണ്ട് കഴിയില്ല. അതാ നമ്മുടെ പിടിവള്ളി. മരിക്കേണ്ടി വന്നാലും ആ കടപ്പുറത്തുകാരൻ പയ്യൻ അംഗീകരിക്കാൻ അയാളെ കൊണ്ട് പറ്റില്ല. നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യണമെന്നില്ല. ബാക്കിയെല്ലാം അയാൾ ചെയ്തോളൂ. ചിലപ്പോ നാളെ അയാൾ നിന്നെ വിളിച്ച് തുറന്നു പറയും പൂജയെ മറക്കാൻ. ഒരു കാരണവശാലും നീ അത് അംഗീകരിച്ചു കൊടുക്കരുത്. നിനക്ക് പൂജയോടുള്ളത് ഭ്രാന്ത് പിടിച്ച പ്രണയമാണെന്ന് ശ്രീനിവാസനും ലോകവും വിശ്വസിക്കണം. പക്ഷേ നിന്റെ പ്രണയം നമ്മുടെ മെഡിക്കൽ കോളേജിനോട് മാത്രമാണെന്ന് നീയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. അത് സാധിച്ചെടുക്കുന്നതുവരെ പൂജ നമുക്ക് നല്ലൊരു ടൂളായിരിക്കണം. മായയെയും ശ്രീനിവാസനെയും തിരിച്ചു പിടിക്കാനുള്ള ടൂൾ. ഒരു കാരണവശാലും നമുക്കിടയിലുള്ള ഈ രഹസ്യം നിന്റെ അമ്മ അറിയാൻ പാടില്ല. ലക്ഷ്യബോധമില്ലാത്ത, ജീവിക്കാൻ അറിയാത്ത മരം മണ്ടിയ അവള്. നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടാ പണം തീർത്തിടുമെന്ന് വെറുതെ അല്ല പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത്. പെണ്ണൊളിച്ചോടിയതും മറ്റൊരുത്തം പിഴപ്പിച്ചതൊക്കെ നമുക്കിടയിൽ മാത്രമുള്ള പ്രശ്നങ്ങളാ. ഇനി അഥവാ നാളെ അത് പുറത്താരെങ്കിലും അറിഞ്ഞാൽ തന്നെ ആ വാർത്തയ്ക്ക് എത്ര കാലത്തെ ആയുസുണ്ടാവും? കാലം മാറ്റാത്ത ഒരു മുറിവുമില്ല മോനെ. ഇതിലും വലുതൊക്കെ ആളുകൾ മറക്കും. പീഡനക്കേസിലെ പ്രതികളും കൊലപാതകികൾ പോലും സമൂഹത്തിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കുന്നു. പിന്നല്ലേ ബുദ്ധി ഉറക്കാത്ത ഒരു പെണ്ണിന്റെ ഒളിച്ചോട്ടം. ആനപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങിയാലല്ലേ നായെ പേടിക്കേണ്ട കാര്യമുള്ളൂ. താഴെ ഇറങ്ങരുതൊരിക്കലും. അതാ നമ്മുടെ മിടുക്ക്. ഈ പ്രാക്ടിക്കൽ മാൻ. ഒരച്ഛൻ മകനെ ഇങ്ങനെ ഉപദേശിച്ചതിന്റെ പേരിലുള്ള പേരുദോഷവും പഴിയും. രാമനാർ മഠത്തിൽ സ്വാമിനാഥൻ ഇരിക്കട്ടെ ഈ ജന്മം. അപമാനമല്ല, എനിക്കിതൊരു അഭിമാനമാണ്.
അതെ, എനിക്ക് ദത്തേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ അമ്മി? ഞാനത് പറയുമ്പോ ഏട്ടൻ എന്നോട് പിണങ്ങരുത്. നീ വെറുതെ ആളെ വിഷമിപ്പിക്കാതെ കാര്യം പറ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി ദത്തേട്ടനെ പറ്റിക്കോ. എന്തു പറഞ്ഞേ? ഞാൻ ദത്തേട്ടനെ പറ്റിക്കുകയാണെന്ന്. മനസ്സിലായില്ല. ആദ്യം പൂജയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയാം. ആരോടും പറയരുതെന്ന് മുത്തശ്ശി വിലക്കിയതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം മറച്ചു വെച്ചത്. നീ കാര്യം പറ അമ്മി. അവര് തമ്മില് നമ്മൾ വിചാരിക്കുന്നതിലും വലിയ അടുപ്പത്തില്. അവൾ അവന്റെ കൂടെ ഈ വീട്ടിൽ പോലും ഉണ്ടായിരുന്നെന്ന് എന്റെ സംശയം. നീ എന്തൊക്കെയാ അമ്മി പറയുന്നേ? കണ്ടും കേട്ടും പിന്നെ മുത്തശ്ശി പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയ കുറച്ച് സത്യങ്ങൾ. ദത്തേട്ടാ, ഒരു മിനിറ്റ്. നോക്ക്, ആദ്യയുടെ മുറിയിൽ ഉണ്ടായിരുന്നതാ. അവന്റെ മനസ്സിലും അവൾ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവല്ലേ കാണുന്നതൊക്കെ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാറുന്നേ? ഞാൻ അറിഞ്ഞത് കഴിഞ്ഞ ദിവസം, അതും മുത്തശ്ശി പറഞ്ഞിട്ട്. വേണമെങ്കിൽ അപ്പൊ എനിക്ക് ഏട്ടനോട് പറയായിരുന്നു. പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കാര്യമില്ലെന്ന് തീരുമാനിക്കുന്നത് നീയാണോ? ആമി, നീ ചെയ്ത എത്ര വലിയ കുറ്റമാണെന്ന് നിനക്കറിയോ? അറിയാം, പക്ഷെ അതല്ലാതെ വേറെ എനിക്ക് വഴിയില്ലായിരുന്നു. അതുകൊണ്ട് നീ എന്താ നേടിയത്? ആദ്യം പൂജ കണ്ടുപിടിക്കാൻ നിന്നെ കൊണ്ട് പറ്റിയോ? എന്താ എന്താ ഇവിടെ? നീ എന്തിനാ അനുവാദം കൂടാതെ ആദ്യയുടെ മുറി കയറിയേ? അനുവാദം കൂടാതെ മുമ്പ് ഇവിടെ പലരും താമസിച്ചിട്ടുണ്ടല്ലോ. വീണ്ടും നീ എന്നെ ചതിച്ചല്ലേ? ഇത്രയും ദിവസം ഞാൻ എന്റെ ഭർത്താവിനെ ചതിക്കായിരുന്നല്ലോ. ആ തെറ്റിന് ഇപ്പോഴെങ്കിലും ഒരു പരിഹാരം കാണാമെന്ന് വിചാരിച്ചു. നന്നായി, വളരെ നന്നായി. സ്വന്തം മുത്തശ്ശിയെ ചതിച്ചിട്ട് വേണം നിനക്ക് പരിഹാരം കാണാൻ, അല്ലേ?